പ്രതീക്ഷയുണ്ടാവില്ലല്ലോ. 7 പൊന്നാന പുറത്തെഴും വെള്ളം ഏറ്റുമാനൂരപ്പ തൊഴുതേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. നാളത്തെ കവി ഉണ്ടായി പണ്ടീ നാട്ടിൽ ഉത്സവോന്മാദം പൂണ്ട ചെണ്ട പോലൊരു 100 കവികൾ ശബ്ദോത്തുങ്കർ നാദത്താൽ ചെകിടിൻ്റെ ഭിത്തികളിടിക്കുന്നോർ വേദമന്ത്രത്തെ പോലും ചെണ്ടയിൽ ധ്വനിപ്പിച്ചോർ. ഈ സവിതാ സമ്മാന ശേഖരങ്ങളെന്ന് തുടങ്ങിയത്? ശേഖരം ഇത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ജയന്തി ആയിരുന്നല്ലോ, 100ാം വാർഷികം ആഘോഷിച്ചല്ലോ. അത് കഴിഞ്ഞപ്പോൾ തോന്നിയതാണ് അദ്ദേഹത്തിൻ്റെ സമാഹരിക്കാത്ത കവിതകൾ അദ്ദേഹം പണ്ടത്തെ കാലത്ത് പ്രസിദ്ധീകരിച്ച മാസികകളിലും പത്രങ്ങളിൽ നിന്നുമൊക്കെ അത് സമ്പാദിച്ച് അതിനെ സംശോധനം ചെയ്ത് 100 പേജുള്ള ഒരു പുസ്തകമായി ഈ കുറി, അതായത് 101ാം ജന്മദിനത്തിൽ വാർഷികത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്തതാണ്. രണ്ടുപേരുണ്ട്. എല്ലാവരും പൊക്കം വെച്ച് പോകുമ്പോൾ നമ്മളങ്ങനെ എല്ലാവരും വേണ്ടല്ലേ. ആദർശനമെന്നുടെ കരളിനും പൊന്നോണത്തിൻ പൊലിമ പൊലിച്ചു പാടിത്തീർന്നൊരു നാവിനു വീണ്ടും നാണം മതി മതി 4-5 മാസമേ നാടകം കണ്ടു മുഷിഞ്ഞു പോയി ഞാൻ. നാണം മതി മതി 4-5 മാസമേ നാടകം കണ്ടു മുഷിഞ്ഞു പോയി ഞാൻ. എന്തിനു പരാജയ പാപം ഏകാന്ത ജീവിതമുറ്റത്തു നിന്നു നീ ശോകാന്ത നാടകം തീർത്തു വേഗം. തുള്ളിക്കുടിക്കുമാ കൺകോളിൽ തിരിച്ചാറുമോന്തിച്ചു വപ്പിച്ച ചെഞ്ചൊണ്ടു നോയിപ്പതല്ല രാഗം. ഇക്കവിൾ തട്ടിലെ സാന്ധ്യാപരാഗങ്ങൾ ദുഃഖാർജനം പൂശി നിൽപ്പതന്തേ. കാണുവാൻ വന്നു ഞാൻ കോമളാനനം നാണിച്ചു നാണിച്ചകന്നുപോയി. ഇന്നാടകത്തിന് അവസാനമില്ലയോ, വന്നാലും വേഷങ്ങൾ മാറ്റിയാലും. നാണം മതി മതി മാറ്റുക യൗവനിക പാണിഗ്രഹണമുഹൂർത്തമായി. വിനു ശ്രീലകം അദ്ദേഹം മാധ്യമപ്രവർത്തകനുമാണ്. അദ്ദേഹമാണ് നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് ചെയ്തു തരുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കുവാനായി കഴിഞ്ഞ വർഷം KG സേനാഥിൻ്റെ 100ാം വാർഷികമായിരുന്നു ഇവിടെ ആഘോഷിച്ചത്. സംഭാവനകൾ നൽകി അനുവാചക ഹൃദയങ്ങളിൽ ഇന്നും തളിർത്ത് പുഷ്പിച്ച്
നിൽക്കുന്ന ഒരു പേരാണ് ശ്രീ KG സേതുനാഥ്. അദ്ദേഹത്തിൻ്റെ രചനകൾ അത് നമ്മുടെ സാഹിത്യ മണ്ഡലം വേണ്ടത്ര വിധം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തൊക്കെ പൗലോ കൊയ്ലോ ഇത് പറയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് KG സേതുനാഥ് എന്ന ബാലൻ ഒരു സ്കൂളിൽ വെച്ച് തിക്കുറിശി സുകുമാരൻ നായരുടെ കവിത കേട്ടതിന് ശേഷം വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, അപ്പാ ഞാനും തിക്കുറിശിയെ പോലെ ഒരു കവിയാകും എന്നാണ്. അദ്ദേഹം ആ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്നു. കാലാന്തരത്തിൽ KG സേതുനാഥ് തിക്കുറിശിയേക്കാൾ മികച്ച ഒരു കവിയായി മാറി. വഴുതക്കാട് നിയോജകമണ്ഡലത്തിലുള്ളവരും കോട്ടയത്തുള്ളവരും ഒക്കെ അദ്ദേഹത്തെ വാസവൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആകാശവാണിയുടെ നെടുങ്കൻ മതിലിന് ചുറ്റും പലകുറി നടന്നുകൊണ്ട് ആ മതിൽക്കെട്ടിൽ തൻ്റെ കരസ്പർശം ഏൽപ്പിച്ചുകൊണ്ട് സേതുനാഥ് ആഗ്രഹിച്ചു, എനിക്ക് ഈ ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥനാകണമെന്ന്. തീവ്രമായ ആ ആഗ്രഹത്തിൻ്റെ പരിണത ഫലമായി KG സേതുനാഥ് ആകാശവാണി ഉദ്യോഗസ്ഥനായി, അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വിരമിച്ചു. അസിസ്റ്റൻ്റ് എഡിറ്ററായി വിരമിച്ചു. അസിസ്റ്റൻ്റ് എഡിറ്ററായി അദ്ദേഹം വിരമിച്ചു. കേരളത്തിൻ്റെ അഭിമാനമായ ഇന്ന് KG സേതുനാഥ് സാംസ്കാരിക വേദി അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷവും അതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനവും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുന്ന ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷിക്കുന്നു. ശ്രീ ഹരി ഏറ്റുമാനൂർ എഴുതിയ KG സേതുനാഥിനെ സംബന്ധിച്ചുള്ള പുസ്തകം അദ്ദേഹം എനിക്ക് തന്നിരുന്നു. ഞാനത് പൂർണ്ണമായി വായിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനമായ ജയകുമാർ സാറിന് ഒരു പുരസ്കാരം കൊടുക്കുന്നു എന്നതും ഈ ചടങ്ങിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ഈ രണ്ട് ചടങ്ങ് കൊണ്ടാണ് ഈ പരിപാടി മറ്റു പല പരിപാടികളും മറ്റു വെച്ചാണെങ്കിലും പങ്കെടുക്കും എന്ന കാര്യം ആ നാടകത്തിലെ ഓരോ രംഗവും കഥയും കഥാപാത്രം സൂചിപ്പിച്ചത്. ശ്രീ KG സേതുനാഥിനെ വിലയിരുത്തുമ്പോൾ കാലഘട്ടത്തെ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ നാം മനസ്സിലാക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ കലാരംഗത്തെയും സാഹിത്യരംഗത്തെയും അതോടൊപ്പം തന്നെ പ്രഭാഷണ കലയിലെയുമെല്ലാം സംഭാവനകളെ നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ആകാശവാണി ഒരു കാലഘട്ടത്തിൽ അതിലെ പ്രഭാതപേരിയും വയലും വീടും മഹിളാലയും അതേപോലെ തന്നെ കണ്ടതും കേട്ടതും ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആസ്വാദക വൃന്ദം നമ്മുടെ നാട്ടിലുണ്ടായി. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വിഷ്വൽ മീഡിയയുമില്ല, പ്രിൻ്റ് മീഡിയ മാത്രമാണ്. പ്രിൻ്റ് മീഡിയ മാത്രമുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ലഭ്യമല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ശ്രീ KG സേതുനാഥിൻ്റെ കലാരംഗത്തെ വൈഭവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആകാശവാണിയിലൂടെ അദ്ദേഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് തോന്നുന്നു ഹരി ഏറ്റുമാനൂർ അത് വളരെ ഭംഗിയായി 15 ചാപ്റ്ററുകളായി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഓരോ ചാപ്റ്ററും എടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് KG സേതുനാഥിനോടൊപ്പം സഹയാത്രികനായി സഞ്ചരിച്ചു എന്ന് തോന്നുന്ന പോലെയാണ് ശ്രീ ഹരി ഏറ്റുമാനൂർ. ഒരു ഘട്ടത്തിൽ എൻ്റെ മാനസപുത്രൻ KG സേതുനാഥ് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ മാനസപുത്രൻ എന്ന പ്രയോഗത്തിന് തികച്ചും അർഹനാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി KG സേതുനാഥ്. അദ്ദേഹം പുസ്തകത്തിൻ്റെ ചാപ്റ്റർ തുടങ്ങുന്ന ചെണ്ടമേളത്തിൽ നിന്നാണ്. ചെണ്ടമേളം നടക്കുന്ന ഘട്ടത്തിൽ ആ ചെണ്ടമേളത്തിന് നടുക്കുവന്ന് ഒരു മാസികയിലെ അല്ലെങ്കിൽ ഒരു വീക്കിലിയിലെ ഓരോ ആഴ്ചയിലും എഴുതേണ്ട തുടക്കഥകളുടെ ലക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് പരിഭവപ്പെട്ട് ആ വീക്കിലിയുടെ ഒരു പ്രവർത്തകൻ വന്ന് പറയുമ്പോൾ
മേളത്തിന് നടുവിൽ വന്ന് ഇത് പറഞ്ഞാൽ എങ്ങനെ നടക്കും? നമ്മളാണെ പറയും ഓണത്തിനിടയ്ക്ക് ഇങ്ങനെ പൂട്ട് കച്ചവടം നടക്കും എന്ന്. പക്ഷേ ആ മേളത്തിൻ്റെ എല്ലാം നടുവിൽ കടലാസും പേനയും കൈക്കെട്ടി തലക്കെട്ടെഴുതി കൃത്യമായി ആ ബഹളത്തിനിടയിൽ ആ വീക്കിലിക്ക് കൃത്യമായി തുടക്കതയിലെ ആ ഭാഗം എഴുതി കൊടുക്കുന്ന രംഗം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഹരി 1-ാം ചാപ്റ്ററിൽ ആ പുസ്തകം തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. ആകാരത്തിൽ കുറിയവനെങ്കിലും ആത്മാവിൽ വലിയവനാണ് KG സേതുനാഥെന്ന് സമർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ 1-ാം ലക്കത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ലക്കത്തിലങ്ങളിലേക്ക് വരുമ്പോൾ KG സേതുനാഥിൻ്റെ ജന്മമേൻ്റെ അതിൻ്റെ പശ്ചാത്തലവും അവിടെയാണ് ഗോവിന്ദനാചാര്യയെ പരിചയപ്പെടുത്തി. ഗോവിന്ദനാചാര്യ ഒരിക്കൽ മരപ്പണിയുമായി ബന്ധപ്പെട്ട് കലപ്പ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടുപ്രമാണി ആ വഴിക്ക് സഞ്ചരിക്കാൻ മുന്നോട്ട് വരുന്നത്. ആ നാട്ടുപ്രമാണിയോട് ഈ വഴി സഞ്ചരിക്കരുതെന്ന് പറയാൻ ഗോവിന്ദനാചാര്യയ്ക്ക് അവകാശമില്ല. പക്ഷേ ഗോവിന്ദനാചാരി പണിതുകൊണ്ടിരുന്ന കലപ്പ തട്ടി ദൂരെ കളഞ്ഞിട്ട് നാട്ടുപ്രമാണി പോകുന്ന രംഗം വന്നപ്പോൾ ഗോവിന്ദനാചാര്യെ അത് വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവിടെ നിന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഗോവിന്ദനാചാരി പോയത് നേരെ അച്ഛൻ്റെ ഒരിക്കൽ പോയി പണിയായുധങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഈ പണി നിർത്തി, ഇനി എൻ്റെ കലപ്പ തൊഴിച്ച് തോട്ടിൽ കളഞ്ഞ ആളെ കൊണ്ട് തന്നെ എന്നെ സാറേ എന്ന് വിളിപ്പിച്ചതിന് ശേഷമേ ഞാൻ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി പൊതുസമൂഹത്തിൽ ഇറങ്ങൂ എന്ന പ്രതിജ്ഞ എടുക്കുകയാണ് ഗോവിന്ദനാചാരി. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്ന ആ സംഭവം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമുക്കൊന്നും സൗകര്യമാണെങ്കിലും അതിനകത്ത് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഗംഭീരമായ ഒരു ആശയം ആ കാലഘട്ടത്തിലെ ജന്മിത്വത്തിനെതിരായി നാടുവാഴിത്തത്തിനെതിരായി ഒരു വർഗബോധത്തിൻ്റെ ആവിർഭാവം ഉദയം ചെയ്യുന്ന രൂപത്തിലാണ് ഈ പ്രതിജ്ഞ വരുന്നത്. ആ പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് റെസിഡൻസിൽ ചേർന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച് ഗോവിന്ദനാചാരി ഇംഗ്ലീഷ് പഠിച്ച് അദ്ദേഹം ആ റെസിഡൻസിൽ തന്നെ ജോലി സമ്പാദിച്ചു 18 രൂപ ശമ്പളത്തിൽ. അങ്ങനെ 18 രൂപ ശമ്പളത്തിൽ ജോലി സമ്പാദിച്ച് മുന്നോട്ട് വരുന്ന ഗോവിന്ദനാചാര്യയെ അവിടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഒപ്പം കർമ്മനിരതമായ ഒരു ജീവിതത്തിൻ്റെയും പ്രതീകമായി മാറ്റുമ്പോൾ ആ ഗോവിന്ദനാചാര്യയുടെ മകനാണ് ഈ KG സേതുനാഥെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ പശ്ചാത്തലം തന്നെ അത്ര വളരെ ഗംഭീരമായി ഒരുക്കുകയാണ്. കൊടുത്താൽ വലിയ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത് വർക്ക് ഫ്രം ഹോം. ആസ്വാദകന്റെ മനസ്സിൽ ആ നാടകത്തിലെ ഓരോ രംഗവും കഥയും കഥാപാത്രവും നിറഞ്ഞു നിൽക്കുന്നതിനും രൂപത്തിലുള്ള പ്രതിബിംബം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ആ നാടകങ്ങളൊക്കെ രചിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഭംഗിയായി ഹരി അതിനകത്ത് സ്വീകരിക്കുന്നത് വ്യാപ്തിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചായിരുന്നു ആകാശവാണിയിലെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വലിയ രൂപത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് വന്ന കഥകൾ പറയുന്നുണ്ട്. അത് കേരളത്തിലെ ഒട്ടനവധി പ്രഗത്ഭനായി വരുന്ന അഭിനേതാവ് ഒരു ചാൻസ് കിട്ടി രണ്ടാമത് വീണ്ടും വിളിക്കും. അതേപോലെ തന്നെ കാളിദാസനെയും ഒക്കെ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം കാവ്യഭാവനകളും അവരുടെ എല്ലാം എഴുത്തുകളും എല്ലാം നിലനിൽക്കുമ്പോഴും അവർ രചിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൃതികൾ അഭിനയിച്ച കുതിരവട്ടം പപ്പുവിനോ കുഞ്ചനോ കിട്ടുന്ന അംഗീകാരം പോലും ഞങ്ങൾ എഴുതിയവർക്ക് കിട്ടാറില്ല എന്ന് സമർത്ഥിക്കുകയാണ് അദ്ദേഹം ഒരു ആർട്ടിക്കിളിലൂടെ ചെയ്തിരിക്കുന്നത്. അത് സിനിമയിലെ യഥാർത്ഥത്തിൽ ഒരു ചൂഷണത്തിൻ്റെ മറ്റൊരു രൂപം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കഥയും കഥാപാത്രങ്ങളെയും അതിൻ്റെ ആശയമെല്ലാം തൊടുത്തുവിടുന്നവരെ അവിസ്മരിച്ചുകൊണ്ട് അവരെ യഥാർത്ഥത്തിൽ പലപ്പോഴും വേണ്ടത്ര രൂപത്തിൽ പരിഗണിക്കപ്പെടാതെ പോയി ഈ രംഗത്ത് താരങ്ങളായി വരുന്നവരെ മാത്രം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒട്ടനവധി അദ്ദേഹം സിനിമാ ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ഞാനിവിടെ പറയുന്നില്ല. ആ അത്രത്തോളം അദ്ദേഹം സിനിമാ ലോകത്തെക്കുറിച്ച് അവിടെ നടമാടുന്ന ഒട്ടനവധി തെറ്റായ പ്രവണതയെക്കുറിച്ച് അനാവരണം ചെയ്യുകയാണ് ഭംഗിയായിട്ട് ആ സിനിമ. അതേപോലെ തന്നെ ഈ രംഗത്ത് ഓരോ ഭാവനയും ധാരണയും കടന്നു വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് അദ്ദേഹം വയ്ക്കുമ്പോഴെല്ലാം അദ്ദേഹം നിർഭയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആരെയും കൂസുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. തനിക്ക് പറയാനുള്ളത് കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ രചനാവൈഭവങ്ങൾ കടന്നു വരികയാണ്. അതിൻ്റെ ആശയവ്യക്തത കടന്നു വരികയാണ്. അതോടൊപ്പം പലതും അദ്ദേഹം പ്രയോഗത്തിൽ നിന്ന് പുതിയ ആശയങ്ങളെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ വീട് പണിതിന് ശേഷം തച്ചുശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായതിന് ശേഷം ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. ഇങ്ങനെ ഓരോ ശാസ്ത്രബോധത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രയോഗം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അനുഭവങ്ങളുടെ കൂടി ശാസ്ത്രമാക്കി അത് മാറ്റണം എന്ന ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുക. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആകാശവാണിയിൽ നിന്നിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ, ഇതെല്ലാം വിവിധ തരങ്ങളിൽ ഇന്നൊരു പക്ഷേ പല രൂപത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടി വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ രോഗവും രോഗാതുരമായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അതാണ് മുമ്പ് സൂചിപ്പിച്ച വർക്ക് ഫ്രം ഹോം എന്ന രൂപത്തിലേക്ക് എത്തിപ്പെടാൻ ഇടവന്ന സാഹചര്യം അദ്ദേഹത്തെ ഒരുപക്ഷെ ഡയബറ്റിക്കും അതുപോലുള്ള നമ്മുടെ ജീവിതചര്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഒട്ടേറെ കാര്യങ്ങൾ ബാധിച്ചത് കൊണ്ടാവാം വിഷമകരമായൊരു സാഹചര്യം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത സാഹചര്യം വന്നപ്പോഴാണ് വർക്ക് ഫ്രം ഹോം ആയത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ വിഷമകരമായ സാഹചര്യങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ പ്രശസ്തമായ ഒട്ടനവധി വീക്കിലികളിൽ അതുപോലെ മാസികകളിൽ എല്ലാം പത്രാധിപരായി അദ്ദേഹം മാറിയ രംഗങ്ങളുണ്ട്. അത്രത്തോളം വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം സാംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആകാശവാണിയുടെ ഒരു കാലഘട്ടത്തിലെ കുതിപ്പും അതിൻ്റെ വളർച്ചയും എല്ലാം ഉറപ്പാക്കി, അതിൻ്റെ ഉയർച്ചയും വളർച്ചയും എല്ലാം ഉറപ്പാക്കി മുന്നോട്ട് കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രത്തോളം വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം സാംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആകാശവാണിയുടെ ഒരു കാലഘട്ടത്തിലെ കുതിപ്പും അതിൻ്റെ വളർച്ചയും എല്ലാം ഉറപ്പാക്കി, അതിൻ്റെ ഉയർച്ചയും വളർച്ചയും എല്ലാം മാത്രമല്ല അത് നമ്മൾ അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം സാന്നിധ്യമായി നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളിക്കുകയുണ്ടായി. എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ വ്യക്തമാക്കി തരാം. കാരണം ഈ പരിപാടിയിൽ എനിക്ക് 6 മണിക്ക് വേറൊരു പരിപാടിയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് കാണിക്കാതെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ വന്ന് നിന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കാത്ത ധീരത കാണിക്കുന്ന ഒരു നടനോട് നമുക്ക് തോന്നിപ്പോകുന്ന ആരാധന. ഇത് ഏതാനും വാചകങ്ങളിൽ ഒതുക്കി ഈ പ്രസംഗം ഹ്രസ്വമാക്കുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഇത് സമയമുണ്ടായിരുന്നെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്കപ്പോൾ എന്തായാലും കെ ജി സേതുനാഥിനെ കുറിച്ചുള്ള ഈ ഒരു പരിപാടിയിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കുടുംബാംഗങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ ഒത്തുചേരലിൽ സാന്നിധ്യമാണ്. ഞാൻ 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ വില്ലേജിൽ ഗ്രാമത്തിലൊരു ഗ്രാമീണ വായനശാലയുണ്ട്, ചെഞ്ചേരി യുവജന സമാജം വായനശാല. അന്ന് ഒരു മെമ്പർഷിപ്പേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള മെമ്പർഷിപ്പ്. അച്ഛനല്ല പുസ്തകം എടുക്കുന്ന, അമ്മയ്ക്ക് വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് കൊടുക്കുന്ന ജോലി എനിക്കാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഞാനവിടെ പോയി പുസ്തകങ്ങളൊക്കെ നോക്കി, വായനയൊക്കെ വായിച്ച്, അവിടെ പുസ്തകങ്ങളൊക്കെ വായിച്ച്, മാസികയൊക്കെ വായിച്ചിട്ട് നാട്ടുകാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, പിന്നെ കൊച്ചു ഗ്രാമമാണല്ലോ, നാട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് പൊതുവിജ്ഞാനമൊക്കെ വർദ്ധിച്ച് ഒരു പുസ്തകം എടുത്തുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞേക്കും സേതുനാഥിൻ്റെ പുസ്തകം നോക്കിയെടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് ചില ആളുകളുണ്ട്, ചില ആളുകളുടെ പുസ്തകങ്ങൾ വീട്ടിൽ കയറ്റില്ല. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അമ്മ എന്ന് പറയുന്ന ഒരു വായനക്കാരുടെ ഇഷ്ടാനുശയം. അവരുടെ ഒന്നും പുസ്തകം ഞാൻ വായിക്കും, സമയം കളയാനില്ലെന്ന് പറയാം. കെ ജി സേതുനാഥിൻ്റെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അതൊന്ന്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ സേതുനാഥിനെ ഞാനിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അമ്മയ്ക്ക് പുസ്തകം എടുത്തുകൊണ്ട് കൊടുക്കും. അന്ന് തൊട്ട് ഉള്ള പരിചയം. 2, എൻ്റെ അച്ഛൻ ഒരു സിനിമാ സംവിധായകനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. സേതുനാഥിൻ്റെ 2 കഥകൾ അദ്ദേഹം ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ഒന്ന് കാത്തിരുന്ന നിക്കാഹ് എന്നായിരുന്നു അതിൻ്റെ പേര്. അച്ഛൻ്റെ പ്രേമം കൊണ്ട് അതിനകത്തിന് കാത്തിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം ഏറെ സന്തോഷകരമാണ്.
കാരണം KG സേതുനാഥ് സാറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഫ്രഞ്ച് ചരിത്രകാരനായിട്ടുള്ള എഡ്ഗർ കിനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകം ഇങ്ങനെയാണ്: കാലം കഠിനഹൃദയനും നീതിമാനുമായ വിധികർത്താവാണ് എന്നാണ്. കാലം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം വേദനകൾ തരുന്നു, എത്രമാത്രം ദുഃഖങ്ങൾ അവശേഷിപ്പിക്കുന്നു, മഹാസങ്കടങ്ങളിലേക്ക് നിങ്ങളെ എങ്ങനെ കടത്തിവിടുന്നു, നിത്യമായ അശാന്തി നിങ്ങളിലേക്ക് എങ്ങനെ പ്രവഹിപ്പിക്കുന്നു. ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ആ കാലം ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ എവിടെയെങ്കിലും ആകസ്മികമായ ഒരു വിസ്മയത്തെ നിങ്ങൾക്ക് മുന്നിൽ കാത്തുവെക്കുന്ന നീതിമാനായ ഒന്നാണ് എന്ന് എഡ്ഗർ കിനറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് സത്യത്തിൽ പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് കെ ജയകുമാറാണ്. അതാ ഞാൻ പറഞ്ഞത്, അതാണ് കാവ്യനീതി. പക്ഷേ ഇത് ഇത് പ്രകാശിപ്പിച്ചതോ ഞാൻ. ഈ കവിത എന്ന് പറയുന്നത് എൻ്റെ എഴുത്തിൻ്റെ 7 അയലോക്കത്ത് വന്നിട്ടില്ലാത്തൊരു സംഭവമാണ്. എൻ്റെ ബാക്കിയെല്ലാം ഉണ്ട്. കഥയുണ്ട്, നോവലുണ്ട്, ലേഖനങ്ങളുണ്ട്, സിനിമാ തിരക്കഥകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാം ഗദ്യത്തിൻ്റെ മേഖലയിലാണ്. കവിത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. കോളേജ് മാഗസിനിലോ മറ്റോ ഡിഗ്രി കാലത്ത് കവിത എന്ന പേരിൽ ഇപ്പോഴും ഉണ്ട് ആ കോളേജ് മാഗസിൻ. അത് കവിത എന്ന് പറഞ്ഞ വലിയൊരു ചോദ്യചിഹ്നമുള്ള അങ്ങനെ ഒരു സാധനമാണ് ആകെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള ഞാനാണ് ഈ നമ്മുടെ വളരെ ഇത്ര അതിഗംഭീരനായിട്ടുള്ള ഗരിമയാർന്ന ഈ കവിയും ഗാനരചയിതമായിട്ടുള്ള KG സേതുനാഥിൻ്റെ കവിതകളുടെ ഈ സമാഹാരം, വിശിഷ്ടമായിട്ടുള്ള ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത്. പക്ഷേ ആ കാവ്യ അനീതി എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു പുരസ്കാരമാണ്. അത് ഹരിച്ചേട്ടൻ എനിക്ക് തന്ന ഒരു സമ്മാനമാണ്. കടൽ മണ്ണ് കൊണ്ട് കളിവീട് വെച്ചതെവിടെ, കടലെടുത്തു പോയി കാറ്റെടുത്തു പോയി. അദ്ദേഹത്തിന്റെ രചനകൾ മിക്കതും ചിതലെടുത്തു പോയി. KG സേതുനാഥിന്റെ രചനകൾ പലതും ചിതലെടുത്തു. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം, ഒരു നിമിഷമാണ്, ഒരു ദിവസമാണെന്ന്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു കൂടപ്പറപ്പ്, ഒരു സഹോദരൻ എന്ന നിലയിൽ എന്നെ ചേർത്ത് നിർത്തുന്ന, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ടിനോയ്ക്ക് ഒരു അവാർഡ് കിട്ടിയതിൽ, അല്ലെങ്കിൽ ഒരു പുരസ്കാരം, ഒരു അംഗീകാരം കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം അദ്ദേഹം മാത്രം KG സേതുനാഥ് എഴുതിയൊരു കാലമുണ്ട്. ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് എഴുതിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? ഏറ്റവും ഒരു പുരുഷ നിർമ്മിതമായ ഒരു ലോക ക്രമീകരണമുള്ള ഒരു കാലം. സാംസ്കാരിക വേദിയുടെ ഇന്നത്തെ, അതായത് KG സേതുനാഥിൻ്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം. അദ്ദേഹം മരിക്കുക കഴിഞ്ഞ് 2 കൊല്ലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1991 മുതൽ 93 വരെ നമ്മൾ നടത്തിയിരുന്നു. അന്ന് ജയകുമാർ സാറായിരുന്നു അന്ന് മെയിനായിട്ട് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പം ഹരി ഏറ്റുമാനൂർ അത് ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് നടത്തുന്നുണ്ട്. അത് ഇനിയും മുമ്പോട്ട് നടക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പം KG സേതുനാഥിൻ്റെ
ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ KG സത്യനാരായണൻ്റെ ജന്മദിനാഘോഷവും അനുസ്മരണവുമാണ്.